ദൈവശബ്ദം കേട്ടനുസരിക്കുക. അതെ അല്ലേ? അതല്ലേ ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുക അല്ലേ? ഇപ്പോൾ പോയി ഇന്നത് ചെയ്യുക. അതാ അല്ല, നമ്മുടെ ബുദ്ധിയല്ല അവിടെ, നമ്മുടെ പുണ്യപ്രവൃത്തിയല്ല, അല്ല, ദൈവം പറയുന്ന അനുസരിക്കുക. ഇതിപ്പോ വേണമെങ്കിൽ നമ്മൾ നമ്മുടെ പുണ്യപ്രവൃത്തിക്ക് ചെയ്യുന്ന ഫലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളൊന്ന് കൊടുത്തിട്ട് വാങ്ങിക്കുക. ഒന്നും കൊടുക്കാതെ വിശ്വാസത്തിൽ വാങ്ങിക്കുക. അവിടെയാണ് വിശ്വാസം. ഒരു ദൈവ പൈതൽ മൂവ് ചെയ്യുന്നത് മുഴുവനും വിശ്വാസം. നമ്മളൊന്നും ചെയ്തില്ല, യേശു ക്രൂശിൽ ചെയ്തതിന്റെ ഫലം നമ്മൾ അനുഭവിക്കും. ഇപ്പൊ നമ്മൾ പറയാം കുറേനക്കാരനായ ശീമോനെ, അദ്ദേഹം വയ്യോളും പണിയും കഴിഞ്ഞ് വന്നപ്പോൾ നിർബന്ധിച്ച ക്രൂശെടുക്കുന്നത്. അപ്പൊ ഞാൻ ആ സഭയിൽ ശുശ്രൂഷിച്ചപ്പോൾ എനിക്ക് ഒരു ആത്മീയമായിട്ടുള്ള ഒരു തെളിച്ചം തന്നത് ഞാൻ പറയാം. ഈ കുറേനക്കാരനായ ശീമോൻ നിർബന്ധിച്ച് ക്രൂശെടുത്തപ്പോഴും വേണേ അവൻ ഓടിപ്പോവായിരുന്നു അല്ലേ? പക്ഷെ അവൻ നിന്ന് കർത്താവിന്റെ ക്രൂശെടുത്തു. ആ ക്രൂശെടുത്തപ്പം യേശുവിന്റെ രക്തത്തിന്റെ ഒരു അംശം അവന്റെ തോളെ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇവൻ വീട്ടിൽ ചെന്നപ്പോഴും അവന്റെ മക്കളും ഭാര്യയും ഒക്കെ പറയുമ്പോഴും അവൻ അവിടെ എല്ലാം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് കർത്താവിന്റെ ക്രൂശ് എടുക്കാൻ പറ്റി. ബാക്കി ഒന്നും ഇവിടെ ഇപ്പൊ നമ്മുടെ ഈ ആത്മീയ കോളത്തിൽ പറ്റിയേക്കുന്ന കുഴപ്പം, എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്താൽ പിന്നെ അടുത്ത വീട് ചോദ്യം, പിന്നെ കാറ് ചോദ്യം, പിന്നെ അടുത്ത ഫ്ലൈറ്റ് ചോദ്യം. ഇതല്ലാതെ സുവിശേഷത്തിനകത്ത് വചനത്തിനകത്ത് മൂവ് ചെയ്ത് ദൈവവചനത്തിന്റെ വിശാലതയിലേക്ക് നമ്മൾ കയറുമ്പോൾ വചനം പറയുന്നുണ്ടല്ലോ, നമുക്ക് വേണ്ടത് കർത്താവ് തരും. മുമ്പേ അവന്റെ രാജ്യവും നീതി, അതോടുകൂടെ ഇതൊക്കെയും ഉണ്ണാനും ഉടുക്കാനും ഒക്കെ മേളിൽ പറയുന്നുണ്ട്, അത് നമുക്ക് കിട്ടും. പക്ഷെ ഇതെല്ലാം നമുക്ക് വേണ്ടത് പ്രവർത്തിയാണ്. അപ്പൊ അലക്സാണ്ടർ രൂപോസ്, അതായത് 2 മക്കള് ഗവർണറും മന്ത്രിയുമാകുന്ന ലെവലിലേക്ക് തലമുറയെ ദൈവം മാനിച്ചു. കാരണം അവരുടെ വീട്ടിലും ഈ നമ്മുടെ ഈ ദൈവത്തിന്റെ വചനം ചുമക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഈ വചനം ഭയങ്കര പവർഫുൾ ആണ്. ഇതെടുക്കുന്നവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ടാണല്ലോ വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്നതിന് പറഞ്ഞു വായിച്ച് കേൾക്കുന്നവനും കേൾപ്പിക്കുന്നവനും അനുഗ്രഹിക്കപ്പെടും. ഈ വചനത്തിന് അതുകൊണ്ടാണ് പിശാച് വചനത്തെ കയറി പിടിക്കുന്നത്. നീ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഞാൻ സ്നാനപ്പെട്ടപ്പം ഞാനിങ്ങനെ കർത്താവിന്റെ വചനം, എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ഇത് എന്തിന്റെ കുറവാ? ഈ കുറവ് എന്നാണെന്നുള്ളത് ഒന്നും നമ്മുടെ ഈ വഴിയിലേക്ക് നടന്നെങ്കിൽ അറിയത്തുള്ളൂ. ഇതിപ്പം ദേവദാസന്റെ കാര്യമാണേലും ഈ ചെങ്ങന്നൂരെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പടങ്ങളൊക്കെ വരച്ചു കൊടുത്തതും രവിവർമ്മ കോളേജിലൊക്കെ പഠിച്ച ആളല്ലേ. പഠിച്ച് നല്ല തുകയ്ക്കകത്ത് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു അഭിഷക്തദാസനെ കർത്താവ് തൊട്ടുവളി കൊണ്ടുവന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇതൊക്കെ തന്നെയായിരുന്നു. അബ്രഹാമിന് ഇഷ്ടം പോലെ പൈസക്കൊന്നും പഞ്ഞമില്ലായിരുന്നു, അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷെ വിളി കേട്ടിറങ്ങാൻ പറ്റും നമ്മൾ കർത്താവിന്റെ വിളി നമുക്ക് മറ്റെന്തിനേക്കാളും എനിക്ക് എൻ്റെ യേശുവാ വലുതെന്ന് പറയാൻ പറ്റും. അതാ പൗലോസ് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. അപ്പൊ ക്രിസ്തുവിൽ ജീവിക്കുക, ക്രിസ്തുവിൽ മരിക്കുക. അതായത് നമുക്ക് ദാനിയേലിനകത്ത് വരുമ്പോൾ ദാനിയേലിനെ അവിടെ ഫോക്കസ് ചെയ്തേക്കുന്നുണ്ടല്ലോ. ദാനിയേലിന്റെ 12-ാം അധ്യായത്തിൽ വരുമ്പോഴത്തേക്ക് ദാനിയേലിന്റെ അടുക്കല് വന്നിട്ട് ദൂതന്റെ ഒക്കെ ഉറപ്പിക്കുന്ന കാര്യമുണ്ട്. ഈ മരിച്ച് നമ്മള് മറക്കപ്പെട്ടു പോയാലും അതിനകത്തുനിന്ന് 3 രീതിയിൽ ഉയർത്തുക. പ്രിയപുരുഷനായ ദാനിയേലേ വിശ്രമിച്ചുകൊള്ളുക, കാലാവസാനത്തെങ്കിൽ ഞാനത് വരുന്നുണ്ട്, നമുക്ക് അതിലേക്ക് 13 വരും. അതിനു മുമ്പ് പറയുന്നത് ഈ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ അനേകർ, അതിൽ ചിലര് നിത്യജീവനായും ചിലര് ലജ്ജയ്ക്കായും മറ്റവര് മൂന്നാമത്തെ ഒരു കൂട്ടമുണ്ട് നിത്യമായ നിന്നു. അതെന്ന് പറഞ്ഞാൽ അത് നിത്യമായിട്ട് അവർ പോയി, അവരുടെ ഫീൽഡ് ഇല്ല. പക്ഷെ സ്വർഗത്തിൽ ലജ്ജയ്ക്കായിട്ട് നിൽക്കേണ്ടി വരും. പിന്നെ നമ്മൾ സ്നാനപ്പെട്ട എന്തിനാണ്? വചനം പഠിക്കുന്നത് എന്തിനാണ്? സാക്ഷ്യമുള്ള ജീവിതം നയിക്കുന്നത് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് വിശുദ്ധിയും വേർപാടും എന്ന് ചോദിച്ചാൽ കർത്താവിന്റെ സന്നിധിയിൽ അല്ലേ? നമുക്കറിയാം 1000 ആണ്ട് വാഴ്ചയുടെ ആരംഭത്തില് 5 കിരീടങ്ങൾ കൊടുക്കുമ്പോ സ്ഥാനമാനങ്ങൾ കൊടുക്കുമ്പോ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഓടിയതിന്റെ ഒരു പ്രതിഫലം അനുഭവിച്ചുകൊണ്ട് ഇപ്പോൾ അതിനകത്തൊന്നും നമുക്ക് വേണ്ടുന്ന ഒരു അംഗീകാരമോ നമ്മുടെ കുടുംബത്തിൽ നിന്നായാലും സമൂഹത്തിൽ നിന്നായാലും ഈവൻ സഭയിൽ നിന്നായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മളെ അംഗീകരിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ സമയത്ത് ഇതെല്ലാം ഈ ഓട്ടം. അതുകൊണ്ട് പിന്നെ ലാസ്റ്റ് വരുമ്പോൾ പറയുന്നുണ്ട് 13-ാം 12-13 പറഞ്ഞു, ദാനിയേലേ പൊയ്ക്കൊള്ളുക,
രണ്ടുപേര് ദൂതന്മാർ ഇറങ്ങിയിട്ട് പറയാ, ദാനിയേലെ പൊയ്ക്കുള്ള വിശ്രമിച്ച് കാലാവസാനത്തേക്ക് നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. ഈ ഒരു വേട് മാത്രം ചിന്തിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് നമുക്കറിയാൻ പറ്റും മനുഷ്യന്റെ ജീവിതം കൊണ്ട് നേടുന്നത്. അദ്ദേഹം നമുക്കറിയാം, സിംഹക്കുഴി കിടന്നപ്പോഴും കർത്താവിനെ തെള്ളി പറയാതെ ആ ദാനിയേലിന്റെ സാക്ഷ്യം കൊണ്ട് ദാരിവേശനെയും അതുപോലെ നമുക്ക് നെബൂഖദ്നേസറിനെ ഒക്കെ സത്യദൈവത്തെ തിരിച്ചറിഞ്ഞ് സാക്ഷ്യം പറയിക്കത്തക്കവണ്ണം പ്രവർത്തിക്കുവാൻ സാധിച്ചു. അതാണ് നമ്മളെ കൂടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ ഒരു യാത്രയും വിശ്രമം, പ്രതിഫലം, ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഈ ലോകത്ത് നമുക്ക് തോന്നിയ പോലെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഷാലി പാഷ പറഞ്ഞത് ഈ വിശ്വാസത്തിലേക്ക് വരുന്ന ഘട്ടങ്ങളില് വീട്ടിലെ കൂട്ടായ്മ, അതിലൂടെ നമ്മുടെ മാതൃ ചർച്ചില് നമ്മുടെ ആത്മീയ പിതാവിൽ നിന്ന് നമുക്ക് ലഭിച്ച കാര്യങ്ങൾ, ഇപ്പൊ പറഞ്ഞതിനകത്തുനിന്ന് ഞാൻ എൻ്റെ സാരാംശം പറയുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ തന്നെയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, അല്ലേ? നമ്മളിലൂടെ ദൈവം അത്ഭുതങ്ങൾ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ പിന്നെ നഷ്ടപ്പെടുന്ന ആത്മാക്കളെ കുറിച്ച് ഹൃദയത്തിൽ വലിയ ആത്മഭാരം തുടങ്ങിയപ്പോൾ ആ പോകുന്ന കൂട്ടായ്മയിൽ എനിക്ക് പല കാര്യങ്ങൾ ചെയ്യുന്നതിന് പരിമിതിയുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് പുതിയൊരു കൂട്ടായ്മ തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങി ഇന്ന് പറഞ്ഞല്ലോ അപ്പോസ്തോലിക് ഇന്റർനാഷണൽ ചർച്ച്. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച്, അതിന്റെ ശുശ്രൂഷയെ കുറിച്ച് ഒന്ന് വിവരിക്കാമോ? ഞാനിപ്പോ നമ്മള് പഴയ സഭയിലായിരുന്നപ്പം അവിടുന്ന് ഞങ്ങള് പുറത്തോട്ട് പോകുന്നത് പാസ്റ്ററുടെ ഹൃദയത്തിൽ ദൈവം തന്ന കുറച്ച് കാര്യങ്ങളെ പരമാവധി മറ്റേ ജനങ്ങളിലേക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് എന്റെ പിടിക്കല്ല കേട്ടോ, കൃപയാലായിരിക്കും കർത്താവിന്. തീർച്ചയായിട്ടും കർത്താവ് എല്ലാം ചെയ്തേക്കുന്നത്. അപ്പൊ ഞാനും എൻ്റെ വൈഫും 2 കുഞ്ഞുങ്ങളും കൂടെ രാവിലെ ചർച്ചിൽ ഞായറാഴ്ച പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ചർച്ച കഴിയുമ്പോൾ നേരെ അവിടുന്ന് ഞങ്ങൾ പാമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് അങ്ങ് പോവും. അവിടെ ചെന്നിട്ട് ഉച്ച കഴിഞ്ഞ് അവിടെ ഏതെങ്കിലും ഭവനത്തിൽ കൂട്ടായ്മ, അങ്ങനെ നമ്മൾ ട്രാക്ട്സ് കൊടുത്തപ്പോൾ എൻ്റെ രക്ഷ എവിടെയെന്നൊരു ട്രാക്ട്, ഞാൻ ദൈവത്തിന്റെ കൃപയാല് കുറെ ട്രാക്ട്സ് ആയിട്ടുണ്ട്. അപ്പം ഒരു ട്രാക്ട് വായിച്ച ഒരു ദേവദാസന്റെ പുള്ളി ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാമോ, പുള്ളിക്കാരനെ വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല, വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാമോ എന്ന് പറഞ്ഞ് വിളിച്ചു. ഞങ്ങൾ ആ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം ഒരു ചെറിയൊരു മുറിക്കകത്ത് ഒരു ബെസ്റ്റ് കണ്ടക്ടറാണ്. അപ്പൊ ആ മുറിക്കകത്ത് പുള്ളിയും പുള്ളിയുടെ കുടുംബം, ഒരു ഭാര്യ, ഒരു കുഞ്ഞും ഇവിടെ താമസിക്കുക. പുള്ളി ബസ്സിലെ കണ്ടക്ടറായിരുന്നു. കണ്ണിന്റെ കാഴ്ച പോയിട്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. പുള്ളിക്കാരത്ത് ചെറിയൊരു ജോലിക്കകത്ത് ഏതാണ്ട് 100-150 രൂപ ദിവസം കിട്ടുന്ന ഒരു ജോലിക്കകത്ത് പോവുക. ആ 150 രൂപ കൊണ്ട് ആ കുടുംബം കഴിയുന്നു. അവിടെ ചെന്ന് അവരോട് ദൈവത്തിന്റെ വചനം, രക്ഷ, മാനസാന്തരം, വചനത്തിന്റെ ശക്തി, വിടുവിക്കുന്ന കർത്താവ്, വിശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതം എല്ലാം പറഞ്ഞപ്പോൾ ആ പുള്ളിക്കാരൻ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് കാഴ്ച കിട്ടണം, എനിക്ക് കാഴ്ച വേണം. അതാ പുള്ളിക്കാരൻ്റെ ആഗ്രഹം. അപ്പം യേശുവിനെ പുള്ളിക്കാരനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചു. അപ്പൊ ഇത് കേട്ടോണ്ടിരുന്ന ഭാര്യ അവിടെ സാറെ പോലെ ചിരിച്ചോണ്ട് നിൽക്കുക. കാരണം അവർക്ക് ഈ രക്ഷ, മാനസാന്തരം ഒന്നും പറഞ്ഞിട്ട് അത്ര പിടികിട്ടുന്നില്ല. പുള്ളിക്കാരനെ അങ്ങ് അന്ധമായിട്ട് വിശ്വസിച്ചു. പുള്ളിക്കാരൻ പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തില് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ കർത്താവ് എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ അവിടെ വിളിച്ചു പറഞ്ഞു. അവിടെ പുള്ളിയോട് തന്നെ പറഞ്ഞു, നീ ഏത് ബസ്സിൽ നിന്ന് ഇറങ്ങി വന്നോ അതേ ബസ്സിൽ നീ ജോലി ചെയ്യും. അതൊരു പ്രവചന ശബ്ദമാണ്, പ്രവചനമാണ്. അത് പറഞ്ഞു ഞങ്ങളിങ്ങനെ പോരുന്നു. ദൈവത്തിന്റെ കൃപയാൽ ആ പോരുന്നു കഴിഞ്ഞപ്പോ പുള്ളിക്കാരന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി വർദ്ധിക്കാൻ തുടങ്ങി. മടക്കി കിട്ടി. പുള്ളിക്കാരനെ ആ ബസ്സിൽ തന്നെ പുള്ളി കണ്ടക്ടറായിട്ട് ജോലി ചെയ്തു. പിന്നെ പുള്ളിക്കാരൻ വെൽഡിങ്ങിന്റെ വർക്ക് ചെയ്തു. പുള്ളിക്കാരൻ സ്വന്തമായിട്ട് വീടില്ല, വാടകയ്ക്കായിരുന്നു. ദൈവം ഒരു വീട് കൊടുത്തു. അവരെ ദൈവം മാനിച്ചു. അപ്പം വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണണം. അതിനെ നിന്റെ വിശ്വാസം ഇത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ, അങ്ങനെ ഇങ്ങനെ ഒന്നുമല്ല. വിശ്വാസം കടുകുമണിയോടും വിശ്വാസമുണ്ട്. ഈ മലയോട് അതാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ ആ ഭവനത്തിൽ അങ്ങനാണ് ഈ സഭാപ്രവർത്തനങ്ങളോടുള്ള ഒരു ട്രാക്ട് കൊടുത്തുള്ള ഒരു കാര്യങ്ങളാണ് അവിടെ അങ്ങനെ മീറ്റിംഗ് ആയി. പാമ്പാടി മീറ്റിംഗ് ആയി. ആളുകളൊക്കെ ഇത് അറിഞ്ഞുകൊണ്ട് വരാൻ തുടങ്ങി. വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ അധ്യാപക സഹകരണ ഓടിച്ചോർത്തി ഉച്ച കഴിഞ്ഞ് പ്രാർത്ഥന വെച്ചിട്ട് ഈ നമ്മുടെ പോൾ ബ്രദറും കൂടെ ഉണ്ട്. അപ്പം ദൈവാസന്മാരൊക്കെ അവിടെ വരും. അപ്പോൾ പലയിടത്തും കർത്താവിന് മഹത്വം, കർത്താവ് അത്ഭുതം ചെയ്യുന്നു. അനേകർക്ക് വിടുതൽ, കുഞ്ഞുങ്ങളില്ലാത്തവർ കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുത്തു. വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തിരുന്ന ജോയി ബ്രദറിന് ഒരു കുഞ്ഞിനെ കൊടുത്തു. അങ്ങനെ ഇരുന്നപ്പോൾ ക്യാൻസർ സെന്ററിലെ ട്രിവാൻഡ്രത്ത് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ബ്രെയിൻ ട്യൂമറായിട്ട് ചികിത്സിച്ചുകൊണ്ടിരുന്ന ഒരു മകളുടെ ബ്രെയിൻ ട്യൂബർ പോയി.
ആ കുടുംബം മുഴുവനും രക്ഷയിലേക്ക് വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ചിങ്ങവനത്തൂന്ന് കുറെ ആളുകളൊക്കെ പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാനും. അപ്പൊ ദൈവത്തിന് മഹത്വം, ദൈവം എല്ലാം ചെയ്യും. അപ്പോൾ ചിങ്ങവനത്തൂന്ന് പ്രാർത്ഥന കഴിഞ്ഞ് അപ്പൊ ഇടയ്ക്ക് ക്ലാസ്സുകളാവും. ഞാൻ ബൈബിളിൽ ഓരോ രക്ഷ, മാനസാന്തര, സ്നാനം, കർത്താവിന്റെ വീണ്ടും വരവ്, ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ഞാനിങ്ങനെ പഠിപ്പിക്കും. എനിക്ക് അറിയാവുന്ന പോലെ, ഞാൻ വലിയ ആളല്ല, അറിയാവുന്ന പോലെ ഞാൻ പഠിപ്പിക്കും. അപ്പൊ അങ്ങനെ ഒരു ക്ലാസ് ഞങ്ങള് പിന്നെ പാമ്പാടി ക്രമീകരിച്ചപ്പോൾ നമ്മുടെ കൂടെ വന്നുകൊണ്ടിരുന്ന രാജൻ ബ്രദർ എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഒരു മേസ്ത്രിയാണ്. വൈഫ് പുള്ളിക്കാരൻ്റെ കൂടെ മെയ്ക്കാട് പണിക്ക് പോകും. പുള്ളിക്കാരൻ്റെ മോനുണ്ട്, പെയിൻറ്ററാണ്, 2 കൊച്ചു കുഞ്ഞുങ്ങൾ. അപ്പോൾ അവർ ഈ പുള്ളിക്കാരന് മീറ്റിംഗ് കഴിഞ്ഞപ്പം എന്നോട് വന്ന് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങളുടെ വീട് വരെ ഒന്ന് വരണം, ഞങ്ങളുടെ വീട് വരണം. ഞാൻ എവിടെയാണ് വീട്? അപ്പം തന്നെ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 6 മണിയോടെ അടുത്തു. ഞാനപ്പോൾ പാമ്പാടി നിന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും വൈഫും കൂടെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ ചിങ്ങവനത്തായിരുന്നു പുള്ളിയുടെ വീട്. അപ്പോൾ ഞങ്ങൾ ആ വീടിൻ്റെ പടിക്ക ചെന്നപ്പം ഒരു 7 മണിയായി, രാത്രി 7 മണി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ വീട്ടിലെ കംപ്ലീറ്റ് ലൈറ്റ് അടിച്ചുപോയി. കംപ്ലീറ്റ് ബൾബ്, ഫുൾ ബൾബ് അടിച്ചുപോയി. അപ്പം ഞാനിടെ എന്നെ വിളിച്ചോണ്ട് പോയി. ഞാൻ വലിയൊരു കോളനി അപ്പുറത്തല്ല, ആളുകളെല്ലാം അവിടെ താമസിക്കുന്നത്, ഇവിടെ കൊണ്ടുപോയി ബൾബും അടിച്ചുപോയി. പിന്നെ ഒരു ധൈര്യമുണ്ട്, ഈ ക്രിസ്തുവിന് വേണ്ടിയാണല്ലോ നമുക്ക് ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ തടസ്സങ്ങൾ നേരിടുന്നത് നമുക്കറിയാം. അതെ, ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി ഉണ്ട്, ഒരുപാട് പറയാനുണ്ട്. അപ്പൊ അവിടെ നിന്നപ്പം ഞാൻ പറഞ്ഞു, സാരമില്ല, നിങ്ങളൊരു പരിപാടി ചെയ്യും, നിങ്ങൾ പോയിട്ട് ബൾബ് വാങ്ങിച്ചോണ്ട് പോവാ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം, പാസ്റ്ററെ പോവല്ലേ? ഞാൻ പറഞ്ഞു, പോകത്തില്ല, അവിടെ നിൽക്കാം. ഞങ്ങളുടെ പുള്ളിക്കാരൻ പോയി പെട്ടെന്ന് ഓടിപ്പോയി അടുത്ത കാലത്ത് ഒരു ബൾബ് വാങ്ങിച്ചുകൊണ്ട് ഇട്ടു. ഞങ്ങൾ ആ വീട്ടിൽ കയറിയപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ നട്ടല് പൊട്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പ്ലാസ്റ്റർ ഇട്ട് അന്ന് രാവിലെ വീട്ടിൽ വന്ന്. ഇപ്പം അവരുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരാൾ എപ്പോഴും ഹോസ്പിറ്റലിൽ കിടക്കണം. അവരുടെ ഒരു പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു ശാപം. നമ്മൾ പറഞ്ഞ 40-ാമത്തെ വയസ്സിൽ മരിക്കുന്നു പറഞ്ഞ പോലെ. അപ്പം ഈ വീട്ടില് ഒരാള് അച്ചട്ട, ഈ പുള്ളി കരഞ്ഞോണ്ടാവും. ഒരു മേസ്ത്രി പണിക്ക് പോയി കിട്ടുന്ന കാശും മോൻ പെയിന്റ് അടിക്കാൻ പോയി കിട്ടുന്ന കാശും ഹോസ്പിറ്റലിലെ ബില്ല് തീർക്കാനേ ഉള്ളൂ. ഒരാൾ പോയിട്ട് അവർ കൂട്ടുപിരിക്കണം. അപ്പൊ ഈ പുള്ളിക്കാരത്തി രാവിലെ വന്നു. അന്ന് രാവിലെ തന്നെ മോന്റെ കൊച്ചന് പനി കൂടി അവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. എന്നിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു. കേട്ടപ്പോൾ എനിക്ക് അങ്ങ് സങ്കടമായി. ഒരു മുറിയില് മോളെ പ്രസവിച്ച് കിടക്കുന്നു, ഇപ്പുറത്തെ മുറിയില് നടുവിന് പ്ലാസ്റ്റർ ഇട്ട് അമ്മ കിടക്കുന്നു, കരഞ്ഞോണ്ട് ഈ മകന് നിൽക്കുന്നു. ഞാൻ എന്തോ എടുക്കാൻ കിട്ടുന്ന കാശ് പോയി സ്വസ്ഥതയില്ല. കർത്താവിനോട് ഈ പുള്ളിക്കാരത്തി മേയ്ക്കാട് പോകും സുഖമുള്ളപ്പോ. ഈ പുള്ളിക്കാരത്തെ കടത്തിയൊക്കെ നടുവിന് പൊട്ടലായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് പ്ലാസ്റ്റർ ഇട്ട് വന്നേക്ക്. ഈ പുള്ളിക്കാരസ്ഥ നമുക്ക് ചിന്തിക്കുമ്പോൾ ഭയങ്കരം. ഈ ഒരു മോനെ കൊണ്ട് പെയിന്റ് അടിക്കാൻ പോകേണ്ടവൻ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കും. അവന്റെ ഭാര്യ പ്രസവിച്ച് കിടക്കും. ജീവിക്കാനും ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ ആളുകൾ പലപ്പോഴും ഈ ആത്മഹത്യയിലേക്ക് ചിന്തിക്കുന്നു. അപ്പം അവിടെ ചെന്നു ദൈവത്തോട് കരഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ മിടുക്കല്ല, കൃപ കർത്താവില്ല, ഇവരെ വിടുവിക്കാൻ. ഞാൻ വിശ്വസിക്കത്രേ ഉള്ളൂ, ഈ ആളുകളെ വിടുവിക്കാൻ സമയമാവുമ്പം എൻ്റെ നാവും കയ്യും ഒക്കെ എടുത്ത് കർത്താവ് ഉപയോഗിക്കും. അവരെ പിടിപ്പിക്കാൻ സമയമായതുകൊണ്ട്, അല്ലാതെ ഞാൻ പറഞ്ഞുകൊണ്ടാന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അവരെ കർത്താവ് സ്നേഹിക്കുന്നു, അവരുടെ അവസ്ഥകളെ കർത്താവ് അറിയുന്നു. പക്ഷെ കെട്ടുപൊട്ടിക്കണമെങ്കിൽ ഒരാൾ വേണം. അത് ബൈബിളെല്ലാം നമ്മൾ കാണുന്നു. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ പോരുന്നു. മഹത്വം കർത്താവിന്. ഒരു 10 മണി ആയപ്പോൾ പുള്ളിക്കാരത്തി 10:30 ആയപ്പോൾ പുള്ളിക്കാരൻ എന്നെ വിളിച്ചു, പാസ്റ്ററെ, ഒരു അത്ഭുതം പറയാനുണ്ട്. നിങ്ങൾ പോയി കഴിഞ്ഞപ്പം 8 മണിയായപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോരുന്നു. ഒരു 8:30 ആയപ്പോൾ പുള്ളിക്കാരത്തിയുടെ ദേഹം മുഴുവൻ ചൊറിഞ്ഞിട്ട് പുള്ളിക്കാരത്തിക്ക് ഒരു വിധത്തില് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒടുവിൽ പുള്ളിയോട് പറഞ്ഞു, ഒരു വെട്ടോത്തി കൊണ്ടുവന്ന് ഇതെന്നെ വെട്ടിപ്പൊളിക്ക, ഈ പ്ലാസ്റ്റർ ഇട്ട് വെട്ടിപ്പൊളിക്കുന്നു. അപ്പം പുള്ളിക്കാരൻ ഇപ്പൊ ഇട്ട് വന്നേ ഉള്ളൂ, ഇല്ല സമ്മതിക്കത്തില്ല പുള്ളിക്കാരൻ തന്നെ വെട്ടൂത്തിക്കത് പൊട്ടിച്ചു മാറ്റി. ദൈവത്തിലും ഭാഗത്തും പുള്ളിക്കാരൻ നടക്കാൻ തുടങ്ങി. നട്ടലിന് പൊട്ടലിന് ഇട്ടുവാൻ പുള്ളിക്കാരത്തി നടന്നു. അവര് ഭയങ്കര വിശ്വാസം. പിറ്റേ ദിവസം ഹോസ്പിറ്റലിലായിരുന്ന ആ മകനെ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ കൊണ്ടുവന്നു. അതോടുകൂടെ അവരുടെ ആ ഒരു കെട്ടിലെ തമ്പുരാൻ പൊട്ടിച്ചു.
യേശു അത്ഭുതം ചെയ്യും. ശാലു പക്ഷേ ഞാനിത് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് എൻ്റെ ചിന്തയിലേക്ക് പോയത്, ഇതിനെ തർക്കിക്കുന്നവരല്ല, ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, ആ സാധാരണക്കാരായതുകൊണ്ട് അവർക്ക് വേറെ മറ്ററിവൊന്നുമില്ല. ദേവദാസൻ പറഞ്ഞ വാക്കിനെ അവർ വിശ്വസിച്ചു അല്ലേ? അതെ. അത് അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ, മറ്റേ കണ്ടക്ടറുടെ കാര്യം പറഞ്ഞല്ലോ, ഈ അത്ഭുതങ്ങളാണോ ഈ സഭയുടെ വളർച്ചയ്ക്ക് മുഖാന്തരമായത് ജീവിതത്തെ? അത് പിന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ അങ്ങ് ശക്തിപ്പെടുവായിരുന്നു ഇല്ലേ? അങ്ങനെ ഇപ്പൊ ഇവര് പറഞ്ഞു ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് പ്രാർത്ഥനയില് പാസ്റ്ററെ ഇപ്പൊ ചില പരിമിതികൾ അവർക്ക് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് കുഴപ്പമൊന്നുമില്ല, ദൈവത്തിന്റെ കൃപയാല് ദൈവം നമുക്ക് വൈഫ് ടീച്ചറാണ്, എനിക്ക് ബിസിനസ് ഉണ്ടായിരുന്ന സമയത്ത്. അപ്പം പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മ വേണം പാസ്റ്റർ. അപ്പൊ അന്നേരം അവിടുന്ന് ആത്മഹത്യ എന്ന് രക്ഷപ്പെട്ടവരൊക്കെ ഉണ്ട്. അവിടെ ഒരു പാല് കൊടുക്കാൻ പോകുന്ന സഹോദരിയുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് വന്ന് പാല് കൊടുത്തോണ്ടിരുന്ന. അപ്പൊ അവർക്ക് അവിടെ വിടുതല്. പിന്നെ വേറൊരു സഹോദരി ആത്മഹത്യക്ക് പോയി, അവർക്ക് വിടുതല്. അപ്പൊ അങ്ങനെ അവർ പറഞ്ഞു, അവരെല്ലാവരും കൂടെ പറഞ്ഞു എനിക്ക് ആ ഒരു സഭ ഇവിടെ വേണം. അങ്ങനെയാണ് ചിങ്ങവനത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കൃപയാല് അവിടെ ഈ സഭ ഞങ്ങൾ തുടങ്ങുന്ന ഏതാണ്ട് ഇന്നത്തെ 16 വർഷങ്ങൾക്ക് മുമ്പ് 2010 അവിടെ പ്രാർത്ഥിച്ച് 11 പേരുമായിട്ടൊരു സഭ തുടങ്ങി. ദൈവം അതിനെ വളർത്തി. അങ്ങനെ എനിക്ക് അന്നേരം ഫോക്കസ്. അപ്പം ഈ മിനിസ്ട്രി ഒക്കെ ഉള്ളപ്പോഴും പല സഭകളിൽ നിന്ന്, ഇപ്പോഴത്തെ പ്രഗത്ഭരായിട്ടുള്ള സഭകളിൽ നിന്ന് ഓഫർ വന്നു ഞങ്ങളുടെ കൂടെ വന്നേരം. അപ്പൊ ഞാൻ ബിസിനസ് എല്ലാം ബിസിനസ് നിർത്തി. എനിക്കറിയാം കുറച്ച് കാര്യങ്ങളാ. മിനിസ്ട്രി ശുശ്രൂഷ, മെഡിക്കൽ, മെഡിസിന്റെ ഹോൾസെയിൽ, മെഡിസിന്റെ ലാബ് കെമിക്കൽ കടയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ നിർത്തി. അതെന്താ ഭാഷ നിർത്താനുള്ള കാരണം മറ്റൊന്നും നമുക്ക് ശുശ്രൂഷയ്ക്കുള്ള സമയം കിട്ടില്ലായിരുന്നു. അത് എങ്ങനെ അല്ല, ഞാൻ നിർത്താൻ കാരണം ഞാൻ ആ പിന്നെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആരെങ്കിലും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ബൈബിളോട്ടാകും. എനിക്കറിയാം. അപ്പം അങ്ങനെ ഒരിടത്ത് പോയി കുറെ ആളുകള് മൈസൂരിൽ നിന്ന് ഒരാളെ വീട്ടിൽ വന്നു. അപ്പൊ അവിടുത്തെ ഒരു വിശ്വാസിയുണ്ട്, എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് അവിടെ ഒക്കുന്നില്ല, പാസ്റ്റർ പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വന്നേ, ബ്രദർ വന്നേ, ഞാൻ പാസ്റ്റർ ആയിട്ട്. അപ്പൊ ഞാൻ അവിടെ ചെന്നു. അപ്പൊ ചെന്നപ്പോ അവര് ഉടക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു സ്നാനത്തെ പറ്റി പറയാനാണോ? ഞാൻ പറഞ്ഞു ഈ സ്നാനത്തെ പറ്റി ഞാനിപ്പോ അതിന്റെ പറയാൻ വേണ്ടി വന്നതല്ല. ഞാൻ പറയാൻ വന്നത് രക്ഷ, മാനസാന്തരം, യേശുക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തുവിൽ എങ്ങനെയാകണം. അപ്പൊ ഞാനത് പറയാൻ തുടങ്ങി. ഞാൻ ആ വീട്ടിൽ ഇരുന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഈ ആളുകൾ മൈസൂരിൽ നിന്ന് വന്ന് വേറൊരിടത്തോട്ട് പോകാൻ വേണ്ടി വന്നതാണ്. അവരവിടെ 3-4 പേര് ഫ്രണ്ടിൽ വന്നിരുന്നു. അങ്ങനെ ഓരോന്നോരോ ഈ പറയുന്ന കേട്ടോണ്ട് ഈ മനുഷ്യൻ സ്നാനം പറയുന്നില്ല, പറയുന്ന മാനസാന്തരം, യേശുക്രിസ്തുവിനോടുള്ള വിടുതല്, യേശുക്രിസ്തുവിന്റെ കാൽവറിയിൽ മരിച്ചത് ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്. അപ്പൊ ഇവരെല്ലാം പുറത്തിറങ്ങി. ഇവർ പുറത്തു വന്ന് ഈ വചനം മുഴുവനും കേട്ട് കഴിഞ്ഞിട്ട് അവർ തന്നെ ഇങ്ങോട്ട് ചോദിച്ചു എന്തിനാ സ്നാനപ്പെടുന്നത്. അവര് ചോദിച്ചു എന്തിനാ സ്നാനപ്പെടുന്നത്. അപ്പൊ സ്നാനവും പറഞ്ഞു കൊടുത്തു. ദൈവത്തിന്റെ കൃപയാലെ അവര് പോകാൻ വന്നിടത്ത് അവർ പോയില്ല. അവർ തിരിച്ച് നേരെ മൈസൂരിൽ പോയി. എനിക്ക് തോന്നുന്നു സെപ്റ്റംബറിലോ ഓഗസ്റ്റിലോ അവർ വന്നത്. അവർ ചെന്നു. ഹെവൻലി ഫീസ്റ്റിന്റെ ഒരു മീറ്റിംഗ് ഡിസംബറിൽ മൈസൂരിൽ നടന്നു. ഈ 12 പേരും അവിടെ സ്നാനപ്പെട്ട് ആദ്യത്തെ സഭ അവിടെ തുടങ്ങാൻ ഹെവൻലി ഫീസ്റ്റ്. അപ്പൊ നമ്മൾ പോയിട്ട് എല്ലാരും നമ്മുടെ കൂടെ വരണമെന്നുള്ളതല്ല, നമ്മൾ വിത്ത് ഫലം കൊടുക്കുന്ന ദൈവം. അങ്ങനെ നമ്മൾ ഒരു വീട്ടിൽ പോയപ്പം ക്യാൻസർ ആയിട്ട് പഴുത്തൊഴുകുന്ന ഒരു സഹോദരി. അപ്പൊ ആ വീട്ടിൽ ചെന്ന വേറെ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയാ. അപ്പൊ ആ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഈ അമ്മച്ചി പറഞ്ഞു മോനെ, അപ്പൊ അമ്മച്ചിക്ക് ഡയബറ്റിക്കാ. അമ്മച്ചിക്ക് രാത്രി 5-10 പ്രാവശ്യം മൂത്രം ഒഴിക്കും, ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പം ആ അമ്മച്ചി ലാസ്റ്റ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പോരാൻ നേരത്ത് പറഞ്ഞു അമ്മച്ചിയെ സഹായിക്കുന്ന ഒരു സഹോദരിയാണ്, ഇപ്പം ക്യാൻസർ ആയിട്ട് യൂട്രസ് പഴുത്തൊഴുകുക. ഞങ്ങൾ ഇരിക്കാൻ പറ്റിയില്ല, കാരണം മുണ്ടയിലെല്ലാം അഴുക്കാം. അപ്പം അവർക്കാണെങ്കിൽ വിശ്വാസവും ഇല്ല. അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, യേശുവിനെ അറിയത്തില്ല. ഞാൻ പറഞ്ഞു യേശു സൗഖ്യമാക്കുന്ന ദൈവം, അവനൊരു മതസ്ഥാപകനല്ല. അവന് ഇപ്പം ക്രിസ്തുവിൽ ആര് വിശ്വസിച്ചാലും ഈ രക്ഷ സൗജന്യമാണ്. അപ്പൊ അത് കർത്താവിന്റെ വചനം അങ്ങനെ സകല മനുഷ്യർക്ക് രക്ഷാകരമായ ഇത് ഉദിച്ചിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പം ലോകത്തെ പാപത്തിൽ നിന്ന് വിടുവിക്കാനിരിക്കുന്നവർ ഇവർ യേശു. ലോകം എന്ന് പറയുന്ന ലോകത്തിന് സകല മനുഷ്യരുടെയും രക്ഷകനെ യേശു. ഈ അമ്മച്ചിയോട് വചനം പറഞ്ഞു, അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 2 അത്ഭുതം അവിടെ. ഈ പ്രായമുള്ള അമ്മച്ചിയുടെ ഡയബറ്റിക് മൂലം 8-10 പ്രാവശ്യം മൂത്രം ഒഴിക്കാൻ പോകുന്നത് നിന്നിട്ട് അത്യാവശ്യം 2 പ്രാവശ്യമായി.
ഭയങ്കര വിടുതൽ. അത് കഴിഞ്ഞപ്പോൾ ഈ പിന്നെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ അമ്മച്ചിയുടെ ശാലു ഒഴുകുന്നത് നിന്നു. അപ്പൊ മഹത്വം കർത്താവ് തൊട്ടു. അവരെ വിടുവിക്കാൻ വേണ്ടി കൊണ്ടുപോയെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചിയെ നോക്കിക്കൊണ്ട് അമ്മച്ചിയെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അമ്പലപ്പുഴ മെഡിക്കൽ കോളേജിലാണ്. അവിടെ ഈ പുള്ളിക്കാരത്തി പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ഡോക്ടറെ പറഞ്ഞു, ഡോക്ടറെ ഇതുപോലെ എനിക്ക് യേശു എന്നെ സൗഖ്യമാക്കി, എനിക്ക് ഇപ്പൊ ചലവൊന്നും പോകുന്നില്ല. അപ്പോൾ ഡോക്ടറെ എടുത്തതായി പറഞ്ഞു, ഇങ്ങനെയൊക്കെ വരും. സാധാരണ അവസാനമാവുമ്പോഴാ ഈ നിന്നിട്ട് അങ്ങ് മരിക്കും. നിങ്ങൾ മരിച്ചില്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോവാം. മരിച്ചില്ലെങ്കിൽ ഒരാഴ്ച. എന്നോട് ഈ അമ്മച്ചി പറഞ്ഞു, ഞാൻ ഡോക്ടർ പറഞ്ഞ കേട്ടില്ല, ഈ അമ്മച്ചി പറഞ്ഞ സാക്ഷ്യം. അപ്പൊ മരിച്ചില്ലേ വരാൻ പറഞ്ഞു. അപ്പൊ അമ്മച്ചി പറഞ്ഞു, അപ്പൊ വന്നിട്ട് എന്നോട് ഇവരെ വിളിച്ചു പറഞ്ഞു, അപ്പം മരിച്ചില്ല ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മച്ചി ഒരു കാര്യം ചെയ്യും, ഒരാഴ്ചയല്ലേ ഡോക്ടർ പറഞ്ഞു, ഒരു 3 ആഴ്ച കഴിഞ്ഞ് അമ്മച്ചി പോയാൽ മതി. അപ്പൊ 3 ആഴ്ച കഴിഞ്ഞ് ഈ അമ്മച്ചി അവിടെ ചെന്നു. ഈ അമ്മച്ചി വിശ്വാസത്തിൽ പറയുക, ഇത്രയും നാളും പഴുത്തൊഴുകി പോയ ഗർഭപാത്രം എൻ്റെ ഉള്ളിൽ പുതിയതായിട്ടുണ്ട്. എനിക്ക് ആ വിശ്വാസം, ആദ്യമായിട്ട് യേശുവിനെ കേൾക്കുക, യേശുവിന്റെ വചനം കേൾക്കുക. അത്ര പലരും നമ്മളങ്ങ് ഈ നമ്മുടെ അധരഫലം കൊണ്ട് തൃപ്തി വരും, വിശ്വാസത്തോടെ പ്രഖ്യാപിച്ചു. ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ നീ വിളിച്ചു പറ, സംഭവിക്കും. കാരണം കർത്താവ് തങ്കൽ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി ദാനിയേലിന്റെ പുസ്തകം പഠിക്കുമ്പോഴല്ലോ, താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയാം ദൈവത്തിന്റെ കണ്ണ് ഊടാടിക്കൊണ്ടിരിക്കുമ്പോ ഒരുത്തൻ വിളിച്ചു പറയുക, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെന്ന് പറഞ്ഞാൽ അവനെ സൗഖ്യമാക്കാതിരിക്കാൻ പറ്റത്തില്ല. ഈ പത്രോസിന് എന്നാ ക്വാളിറ്റി ആയിരുന്നു. പത്രോസ് വിളിച്ചോ, എനിക്കൊന്നും, ഞാൻ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തൊരു മനുഷ്യൻ. പത്രോസ് പറയാ, കർത്താവ് സൗഖ്യമാക്കുന്ന കണ്ടിട്ടുണ്ട്, കർത്താവ് എഴുന്നേറ്റ് പോകാൻ പറയാൻ പോയിട്ടുണ്ട്, കർത്താവ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഞാൻ ദൈവത്തിന്റെ യേശുവിന്റെ പൈതൽ, എൻ്റെ സഹോദരൻ യേശു ആയതുകൊണ്ട്, എന്നെ ശുശ്രൂഷ പഠിപ്പിച്ചത് യേശു ആയതുകൊണ്ട് എനിക്ക് പറയാം, യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അപ്പൊ ചിലർ പറഞ്ഞു കാണും, എടാ നീ പറഞ്ഞതൊക്കെ കൊള്ളാം, അമ്മയുടെ ഗർഭം മുതലേ മൂടനായി നീ ഒരു കൈ വെച്ചേക്കല്ലേ, കാരണം അബദ്ധം ഉണ്ടാവും. അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറയും, പ്രവർത്തിക്കുന്നത് എൻ്റെ കർത്താവ്. അപ്പം എന്ന് പറഞ്ഞ പോലെ 3 ആഴ്ച കഴിഞ്ഞ് ഈ അമ്മച്ചി ചെന്നപ്പോൾ ഡോക്ടർ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് പുള്ളിക്കാരൻ എഴുതി കൊടുത്തു, ഇവരുടെ വയർ സ്കാൻ ചെയ്യാൻ, യൂട്രസ് സ്കാൻ ചെയ്തത്. പുള്ളിക്കാരൻ പൈസ വാങ്ങിക്കേണ്ടെന്ന് എഴുതി കൊടുത്തു. എൻ്റെ റഫിൽ ചെയ്തോളാൻ പറഞ്ഞു. പുള്ളിക്കാരൻ പോയി ചെയ്തു. അവരുടെ യൂട്രസിനകത്ത് ഗർഭപാത്രം അതുപോലെ തന്നെ ഇരിക്കും. മഹത്വം കർത്താവിന് പ്രൈസലോട്ട്. നമ്മുടെ മിടുക്കല്ല, ദൈവത്തിന്റെ കൃപ. അതുകൊണ്ട് എന്തോ പറ്റുന്നറിയാമോ? അവർ പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങളും പാസ്റ്ററും കൂടെ ആരാധിക്കാൻ പറ്റും. അപ്പൊ ഇതെല്ലാം സഭയിലേക്ക് ദൈവം കൂട്ടിച്ചേർക്കാനായിട്ട് ദൈവം ചെയ്ത മുഖാന്തരങ്ങളാണ്. അപ്പൊ ഇത് നടക്കുന്നത് മേപ്രാല. അപ്പൊ എന്റെ ചർച്ച ദൈവം തന്നേക്കുന്നത് ചിങ്ങവനത്താണ്. അവിടുന്ന് ഏതാണ്ട് 20-22 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങോട്ട് വരണ്ട, അത്രയും ദൂരം വരാനും പോകാനും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. തൊട്ടടുത്ത് നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ദേവദാസന്റെ ചർച്ച ഉണ്ട്, കെ സി ജോൺ പാസ്റ്റർ ചർച്ച നെടുമ്പുറത്ത്. അവര് പോയി ആ കുടുംബം അവിടെ ആരാധിക്കും. നമുക്ക് ദൈവം ഒരു കൃപ തന്നേക്കുന്നത്. പക്ഷേ ആ ഒരു വലിയ കാഴ്ചപ്പാടില്ല. ഇന്ന് നമുക്കറിയാം, ഈ ആരുടെ ചട്ടി മീനുണ്ടോ അല്ലേ, അവിടെ അങ്ങനെ പിടിക്കുന്ന പോലുള്ള ഒരു കാര്യങ്ങൾ, ആടുമോഷണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സഭ നിങ്ങൾ അങ്ങോട്ട് വരണ്ട, ഇന്നടത്ത് പൊക്കോ എന്ന് പറയണമെങ്കിൽ ദൈവത്തിന്റെ ഒരു ഭയങ്കരമായ ഒരു വിശാലത അല്ലേ, ഹൃദയത്തിലുള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. എനിക്ക് 100% അറിയാവുന്ന ഒരു കാര്യം, എന്റെ മിടുക്കിൽ ഞാൻ പ്രാർത്ഥിച്ചാൽ ഒന്നും നടക്കത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല. ഞാനത് ഇപ്പം ഞാനൊരു പാസ്റ്ററാ, സീനിയർ പാസ്റ്ററായി, ഞാൻ പഠിച്ചിട്ടുള്ള ആളാ, എനിക്ക് MTH ഉണ്ട്, അതല്ല അതുണ്ട്, BD ഉണ്ട്, അല്ലെ എന്റെ ഡിഗ്രി അല്ല, ഇതൊക്കെ പറഞ്ഞു. ഒന്നും എന്റെ കാൽക്കുലേഷനിലും ഞാൻ പഠിച്ചതും നടക്കണമെങ്കിൽ യേശുവിന്റെ നാമം. ആ നാമത്തിൽ അത്ഭുതം. ചില പക്ഷേ നമ്മൾ ചില വിഷയങ്ങളിലൂടെ വരികയാണ്. കാരണം പാഷന് ദൈവം തന്ന ചില ഗിഫ്റ്റുകളുണ്ട്. എനിക്ക് അതുകൂടെ ഒന്ന് തൊട്ടു പോകണം. ഇപ്പൊ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഷോർട്ടാണെന്ന് പറയാം. ഇപ്പൊ നിലവിൽ ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ പുസ്തകത്തിന്റെ കാര്യവും നോക്കി കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. എങ്കിലും ഇപ്പൊ നിലവിൽ ചെയ്യുന്ന ശുശ്രൂഷ സഭാപ്രവർത്തനം മാത്രമാണോ, പരിപാലനമാണോ, എന്താണ് ചെയ്യുന്ന കാര്യങ്ങൾ? എന്റെ മിനിസ്ട്രി എനിക്ക് ഈ
എങ്ങനെയെങ്കിലും ഒരാള് ക്രിസ്തുവിലാണ്. അതാണ് കാരണം ഭാരം, ഈ അതാണ് ഭാരം. നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലമാണ്. വചനം പഠിക്കുന്നത്. കാരണം ഇടുക്കോ ഞെരുക്കോ ഉള്ള വഴിയാണ് നമ്മളെ ജീവന്റെ വഴി. ജീവന്റെ വഴി. അപ്പം ഈ ജീവന്റെ വഴി പലരെ കാണുമ്പോഴും ഞാൻ അവരോട് വചനം പറയുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യമുണ്ട്. പല ദൈവത്തിന് പല പ്രഗത്ഭന്മാരോട് സംസാരിപ്പാൻ കൃപ തന്നിട്ടുണ്ട്. ഞാൻ പോകുന്ന വഴി കർത്താവിന്റെ കൃപയാണ്. ഞാൻ ഒരു പുസ്തകമാണ് കർത്താവിന്റെ വരം, ഈ പുസ്തകം. അപ്പം ഞാൻ ഈ ട്രാക്സ് എനിക്ക് കർത്താവ് ഒത്തിരി ട്രാക്ട് എഴുതാന് കൃപയാല് ഞാൻ കൈ കൊടുത്താൽ മതി, കർത്താവ് സംഭവിച്ച് എഴുതിച്ചു. അപ്പോൾ ഒരുപാട് 10-12 ട്രാക്സ് എഴുതിയിട്ടുണ്ട്. അപ്പം ഈ ട്രാക്സിനകത്ത് ഞാൻ ചോദിക്കുന്നതിനകത്തൊന്നും വ്യതിചലിച്ച് പോവല്ല. ഞാൻ അങ്ങോട്ട് വരാം. അപ്പം ഈ ട്രാക്ട് കൊടുക്കുമ്പം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ജനം വിടിവിക്കപ്പെടും. ഒരു ട്രാക്ട് എൻ്റെ രക്ഷ എവിടെ എന്നൊരു ട്രാക്ട് ആലപ്പുഴ ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ അവിടെ കൊടുത്ത വേറെ ഈ കടങ്ങറ സോമൻ എന്ന് പറഞ്ഞൊരു ദേവദാസനം. അപ്പൊ അദ്ദേഹം അവിടെ കൊണ്ട് ട്രാക്ട് കൊടുക്കും. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ട്രാക്ട് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ കൊടുത്തൊരു ട്രാക്ട് ഒരാൾ വാങ്ങി എൻ്റെ രക്ഷ എവിടെയെന്നുള്ള വായിച്ചിട്ട് പുള്ളിക്കാരൻ തൊട്ടടുത്ത ചായക്കടയുടെ മേടയിലോട്ട് തിരികെ വെച്ചു. അവിടെ അന്ന് വൈകിട്ട് ഒരാള് ചായ കുടിക്കാൻ വന്നു. പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്ന എന്നറിയാവോ, സന്ധ്യ ആയിട്ട് പോയി പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി. പുള്ളിക്കാരൻ അവിടെ ഇരുന്നപ്പം ഒരു പേപ്പർ കണ്ടു. ആ പേപ്പറോടെ തന്നെ പുള്ളിക്കാരൻ എടുത്തു. വായിച്ചപ്പോൾ എൻ്റെ രക്ഷ എവിടെ, വിടിവിക്കുന്ന കർത്താവ്, സൗഖ്യമാക്കുന്ന കർത്താവ്, നിന്റെ പ്രശ്നത്തിനകത്ത് ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ദൈവകരം. അവിടെ തന്നെ പുള്ളിക്കാരൻ ആ നമ്പറിൽ എന്നെ വിളിച്ചപ്പം ഫോൺ വരുന്നുണ്ട്. കാരണം പുള്ളിക്ക് ആത്മഹത്യ ചെയ്യാൻ പോകുന്നവന് പൈസ ഇല്ല. അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചിട്ട് അപ്പൊ പുള്ളി എന്നോട് കാര്യം പറഞ്ഞു, എനിക്കൊരു 3 സെന്റ് സ്ഥലമുണ്ട്. ഒരു പക്ഷെ നമ്മൾ തിരിച്ചു വിളിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ എടുത്തില്ലെങ്കിൽ എന്നിലൂടെയുള്ള വീട് നഷ്ടപ്പെട്ടു പോകും. വേറൊരാളെ പുള്ളിക്കാരെ കോണ്ടാക്ട് ഉപയോഗിക്കും. അപ്പം ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് 3 സെന്റ് സ്ഥലമുണ്ട് ആലപ്പുഴ. എനിക്കൊരു 1 ലക്ഷം രൂപ കടമുണ്ട്. പലിശ ഉൾപ്പെടെ 1.5 ലക്ഷം രൂപ. ഈ 1.5 ലക്ഷം രൂപ 2 പെമ്മക്കളാണ്. എനിക്ക് അവരെ കൊണ്ട് തമിഴ്നാട്ടിൽ പോയാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ തമിഴ്നാട്ടിൽ പോയിട്ട് അവിടെ ചെന്നിട്ട് 1 ലക്ഷം രൂപയ്ക്ക് ചെറിയ വീട് സ്ഥലവും കൂടെ ഗ്രാമത്തിനകത്ത് വാങ്ങിച്ചിട്ട് ഞാൻ ഈ 50,000 രൂപ അല്ലെങ്കിൽ മിച്ചമുള്ള കാശ് കൊണ്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് ജീവിച്ചോളാം. എനിക്കത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, എനിക്കറിയത്തില്ല, അങ്ങ് പറയാൻ പറഞ്ഞു, നാളെ 3 മണിക്ക് മുമ്പ് ഈ വിഷയത്തിനകത്ത് പരിഹാരം ഉണ്ടാവും, നീ ആത്മഹത്യ ചെയ്യും. ഈ ആത്മഹത്യയുടെ കാര്യം പുള്ളി പറഞ്ഞില്ല. ഇത് വിറ്റില്ലെങ്കിൽ ആത്മഹത്യ. അങ്ങനെ വാക്ക് പറഞ്ഞു. എനിക്കപ്പോ സങ്കടം വന്നപ്പോ ഞാൻ പറഞ്ഞു, എങ്ങനെ എന്റെ വായിൽ കർത്താവ് പറയിച്ചതാ. കാരണം എനിക്ക് ഒന്നും കണ്ടില്ല. എന്നിട്ട് എന്നോട് ഞാൻ പറഞ്ഞു, നാളെ 3 മണിക്ക് മുമ്പ് പുള്ളി നിങ്ങൾ എന്നെ വിളിക്കും, ദൈവം ഇടപെടും, പ്രവർത്തിക്കും. പ്രാർത്ഥിച്ചു. ഫോണ് കട്ട് ചെയ്തു. എന്റെ ദൈവദാസ പിറ്റേ ദിവസം 3 മണിക്ക് പുള്ളി വിളിച്ചില്ല. 4 മണി ആയപ്പോഴാണ് വിളിക്കുന്നത്. 4 മണിക്ക് പുള്ളി വിളിച്ചിട്ട് ഭയങ്കര കരച്ചില്ല. അന്ന് വൈകിട്ട് 6 മണി ആയപ്പം ഒരു ബ്രോക്കർ ഇതുകൊണ്ട് പുള്ളി പറഞ്ഞിട്ടില്ല, വിൽക്കാൻ പോകുന്ന കാര്യം പറഞ്ഞിട്ടില്ല. കാരണം കാശ് കടം കൊടുത്തവൻ പിടിച്ച് കൊല്ലാൻ നിൽക്കുക. അപ്പം ഒരു ബ്രോക്കർ ഒരാളെ കൊണ്ടുവന്നു. ആ ഒരു സ്ത്രീയുടെ ഒരു പെങ്കൊച്ച ഉള്ളവർക്ക്, അവരുടെ ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് സ്കൂട്ടർ ആക്സിഡന്റിൽ മരിച്ചുപോയത്. അവർക്ക് കഴിഞ്ഞ ദിവസം കേസ് അനുകൂലമായിട്ട് വിധിച്ച് 3 ലക്ഷം രൂപ കിട്ടി. 3 ലക്ഷം രൂപ കറക്റ്റ് കിട്ടി. അവർക്ക് താമസിക്കാൻ വീടില്ല. പ്രായമുള്ള പെങ്കൊച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതിനെ കൊണ്ട് എവിടോട്ട് പോകണമെന്നറിയാതെ അവർ നിന്ന വീട്ടിലും വിഷയമായപ്പം ഈ 3 ലക്ഷം രൂപ കൊണ്ട് ഈ പുള്ളിയുടെ ഏൽപ്പിക്കുക. ഇതെല്ലാം നടക്കുന്ന 24 hours-നകത്താ. ഈ 3 മണിക്ക് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അന്ന് വൈകിട്ട് തന്നെ ദൈവം തമ്പുരാൻ പ്രവർത്തിച്ചു. മഹത്വം കർത്താവിന്. പിറ്റേ ദിവസം 4 മണി ആയപ്പോൾ അന്ന് പുള്ളിക്കാരൻ കരാറ് എഴുതിയിട്ട എന്നെ വിളിക്കുന്നത്. നേരെ ആധാരം എഴുതാൻ പോവാ. 2ാമത്തെ ദിവസം ആ പുള്ളിക്കാരൻ ഇപ്പോൾ പോയി അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് വന്നു. തമിഴ്നാട്ടിൽ അദ്ദേഹത്തിന് വീട് സ്ഥലവുമായി, വിറ്റിട്ട് പോയി കടവും വീട്ടി. പുള്ളിക്കാരൻ ഇപ്പം പുള്ളി LLB പഠിച്ചു. ഇടുക്കിയിൽ പുള്ളിക്കാരൻ അഡ്വക്കേറ്റ് ആയിട്ട് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യും. ദൈവത്തിന് മഹത്വം. അപ്പൊ അങ്ങനെയുള്ള ഈ വിടുതല ഇങ്ങനെ എനിക്ക് ഒറ്റ രക്ഷയേ ഉള്ളൂ. എങ്ങനെ എവിടെ പോയാലും ഒരാത്മാവ്
സഭയിലോട്ട് വരിക എന്നുള്ള വിഷയമല്ല, എവിടെയായാലും അവൻ അനുഗ്രഹിക്കപ്പെടണം. അത്രേ. സഭ എന്റേതല്ലല്ലോ, എനിക്ക് ദൈവം തന്നതാ. ഈ ഓരോരുത്തർ അങ്ങനെ വന്നതാ. അങ്ങനെ ഈ ആളുകളൊക്കെ വന്നത് മദ്യത്തിൽ നിന്നും ആത്മഹത്യ ചെയ്തും അങ്ങനെയൊക്കെ പോയിട്ട് നമ്മളെ ഒരു സാധാരണ എന്റെ ദൈവത്തെ സ്നേഹിക്കുന്ന പാവങ്ങളായിട്ടുള്ള ആളാണ് എൻ്റെ സഭയിലുള്ളതല്ല. പക്ഷെ അവർ നല്ല മനസ്സുള്ളവർ, നല്ല അനുഗ്രഹിക്കപ്പെട്ടവർ, നല്ല സ്നേഹമുള്ള. അങ്ങനെ വേണമല്ലോ, അവരെ നിൽക്കത്തുള്ളൂ. അതെ. അപ്പം അവരൊക്കെ പറയുന്നത് ഒരു കാലത്ത് ഞങ്ങളെ സ്നേഹിക്കാത്ത ഒരു ബ്ലൗസ് പീസ് പോലും വാങ്ങിച്ചു തന്നിട്ട് ഇപ്പൊ ഞങ്ങളെ പേര് പോലും ഇപ്പോഴാണ് വിളിക്കുന്നത്. കാരണം മദ്യപാനം നശിപ്പിച്ച് തകർത്ത കുടുംബങ്ങളെ കൂടുതലുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ സാൻഡി പാസ്റ്റർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെയൊക്കെ യുവവരെ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം നമുക്കറിയാമല്ലോ, എല്ലാ കാലഘട്ടങ്ങളിലും സാൻഡി പാസ്റ്ററെ കള്ളനാണയങ്ങളുണ്ട്, ആകാത്ത വൃക്ഷമുണ്ട്, ഫലം തരുന്ന വൃക്ഷങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഓഡിയൻസിനോടൊന്ന് പറയൂ, ഈ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞത്, ഞാൻ അതാണ് അദ്ദേഹത്തിനോട് പല ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം തുറന്ന് ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, മഹത്വം ദൈവത്തിന് കൊടുത്തോണ്ടാണ് അദ്ദേഹം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കി, ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പലരും ഒന്ന് ചിന്തിച്ച് നോക്കി. ആത്മഹത്യ ചെയ്യേണ്ടവര്, അല്ലെ വിഷം കുടിച്ച് മരിക്കേണ്ടവര്, അല്ലെ ഭർത്താവിനാൽ അല്ലെ പീഡിപ്പിക്കപ്പെടുന്ന തകർന്നു പോകേണ്ട എത്രയോ ജീവിതങ്ങൾ രക്ഷപ്പെട്ടതിന്റെ സാക്ഷ്യങ്ങളാണ് പ്രിയ ദേവദാസൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കി, ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു വിശ്വാസ സമൂഹം അവര് ഈ വെളിച്ചത്തിലേക്ക് വരുമ്പോൾ ആ കുടുംബങ്ങളിൽ നടക്കുന്ന സമാധാനം ചിന്തിച്ച്, നിയമങ്ങൾക്ക് പോലും അല്ലേ, പോലീസുകാർക്കോ നിയമങ്ങൾക്കോ പോലും ഒരു ദുർഘട പാഠശാലയ്ക്ക് പോലും കൈകാര്യം ചെയ്യാത്തവരെയാണ് സമാധാനം. എന്താ പറഞ്ഞ, ഒരു ബ്ലൗസ് പീസ് പോലും പുള്ളി മേടിച്ചു തന്നിട്ടില്ല, ആ സ്ഥാനത്ത് ഇന്ന് സ്നേഹിക്കുന്നില്ലേ, കുടുംബത്തിൽ കുഞ്ഞുങ്ങളെ കരുതുന്നു. അപ്പൊ ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി, ഇതാണ് ഞങ്ങൾ ചെയ്യുന്ന സുവിശേഷം, റിയൽ സുവിശേഷം. ഞങ്ങൾ ഇതാണ് ചെയ്യുന്നത്. ഇത് മനുഷ്യൻ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. കണ്ടില്ലയോ, അവരിങ്ങനെയൊക്കെ ജീവിക്കുന്ന, അവർക്ക് കാറുണ്ട്, അല്ലെ അവർക്ക് വീടുണ്ട്. ചിന്തിച്ച് നോക്കി എന്തുമാത്രം വില കൊടുത്ത്. ഷാനി പാഷനൊക്കെ അറിയാമല്ലോ, നമ്മുടെ ആദ്യ കാലങ്ങളിലെ, ഞാൻ ആ തൊഴിൽ വിട്ടിറങ്ങിയ കാലഘട്ടങ്ങൾ അറിയാമല്ലോ, പാഷ തൊഴിൽ വിട്ടത്. എന്തെല്ലാം അനുഭവങ്ങളിലൂടെ പോയാൽ ഞങ്ങൾ ഇന്ന് ഈ ഒരു ലെവലിലേക്ക് പരിശുദ്ധാത്മ ഞങ്ങളെ കൊണ്ടുവന്നറിയാം.